ഈ കോവിഡ് കാലത്ത് ജോലിയിലുണ്ടായിരുന്നല്ലോ, അന്നത്തെ ഒരു അനുഭവം പറയാമോ? കോവിഡിന്റെ തുടക്കകാലത്തെ അനുഭവം. തുടക്കകാലത്ത് തന്നെ ഞാൻ ഈ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. എന്റെ ഏരിയയിൽ തന്നെ ഒരുപാട് പേർക്ക് കോവിഡ് വരും. അപ്പോഴെല്ലാം വിളിക്കുന്നത് ഞങ്ങളെയാണ്. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് രായെന്നോ ഏകളെന്നോ ഇല്ലാതെ ഞങ്ങൾ അവരെ ഒപ്പം നിന്ന് നമുക്കൊരു സംരക്ഷണം എന്ന് പറഞ്ഞ ഒന്നും തന്നിട്ടില്ല. ഒരു മാസ്ക് മാത്രം. ഒരു മാസ്ക് അതും കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഞങ്ങൾ തന്നെയാണ് അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളുടെ സുരക്ഷ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു സാനിറ്റൈസർ പോലും നമ്മൾ ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാരെ ഞങ്ങൾ ഇനിയും കാണേണ്ടതാണെന്നുള്ള രീതിയിൽ അവരും അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ ജീവന് ഒരു അപകടവും ഉണ്ടാകരുതെന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പോരാളിയത്. രാത്രിയായാലും പകലായാലും അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റേതായ രീതിയിൽ മറ്റുള്ള അതിന് മുകളിലോട്ടുള്ള ഭരണാധികാരി വിളിച്ച് അവരുടെ കൂടത്ത് പറഞ്ഞു ആംബുലൻസോ ഇതൊക്കെ വേണമെന്നുള്ളതൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ദിവസവും അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് ഞങ്ങൾ അവരുടെ അടുത്ത് ക്ഷേമാന്വേഷണം നടത്തി അവർക്ക് സാന്ത്വനം പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം മാറി വരുന്ന ഒരു സംഗതിയാണെന്നെല്ലാമാണ്. എന്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും വയസ്സായ അമ്മ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ അതൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ പുറത്തുള്ള ആൾക്കാരെ എങ്ങനെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. ഞങ്ങളുടെ ജീവൻ പോലും ഞങ്ങൾ പണയം വെച്ചതുപോലെ ആയിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് കുഞ്ഞ് ഓടി വന്നാൽ പോലും എടുക്കാനുള്ള ഒരു സൗകര്യം, എന്റെ മോളെ കുഞ്ഞായിരുന്നു, വന്നാൽ പോലും ഞങ്ങൾ എടുക്കാൻ പറ്റില്ല. കുളിച്ച് എല്ലാം കഴിഞ്ഞ് ഇത്രയെങ്കിലും സമയം കഴിഞ്ഞാലേ ഒന്ന് തൊടാൻ പോലും ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള അവസരത്തിൽ പോലും ഞങ്ങൾ മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ടേ ഇല്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് എന്നായാലും ഞങ്ങളുടെ ഏരിയയിലുള്ളവരായാലും നമ്മുടെ അതനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ട് ഇന്നായിരുന്നാലും അതിന്റെ എല്ലാ വിലയും നമുക്ക് അവർ തരുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് വിലയാണ്. അന്നത്തെ ആയാലും ഇപ്പോഴായാലും നമ്മളൊരു പാലിയേറ്റീവിന്റെ ആയാലും ഞങ്ങളെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ളത്. ഞങ്ങൾ അന്ന് 250 വീടിൽ 1000 പോപ്പുലേഷൻ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ 1000 വീടിന് 4000 പോപ്പുലേഷനോളമാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അന്ന് വെറുതെ വഴിയെ പോകുമ്പോ നിങ്ങൾ കോവിലിൽ പോകുമ്പോഴോ ചന്തയിൽ പോകുമ്പോഴോ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതൊന്നും അല്ല. ഏത് സമയത്തും നമുക്ക് വർക്കാണ്. അതല്ല അധിക ജോലികൾ ഒരുപാട് ഇടുകയാണ്. അതും എല്ലാം കൂടി ചെയ്തു വരുമ്പോൾ ഇപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയായി മാറി. അസുഖങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇനി പിരിഞ്ഞു പോകാൻ ഇനി വലിയ നാളുകളൊന്നുമില്ല. അപ്പോഴേ വെറും കൈയോടെ പോകുക എന്നുള്ളതിൽ ഒരിക്കലും പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും നമ്മുടെ നിലവിൽ 25,000 പറയുന്നത്. നിലവിൽ പിരിഞ്ഞു പോകുമ്പോ 25,000 അല്ല, ഒന്നും തരുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 5 ലക്ഷമെങ്കിലും തന്നാലേ പോകുള്ളൂ എന്നുള്ള എന്നിട്ട് പെൻഷനും ആ ഡിമാൻഡ് മാത്രമാണ് ഞങ്ങൾ വെച്ചത്. പിന്നെ 21,000 രൂപ ശമ്പളമല്ല ഓണറേറിയാണ്. പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ വെറുതെ പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒറ്റ ഡിമാൻഡാണ് ഞങ്ങൾ വെച്ചിരുന്നത്. പിന്നെ 10 ട്രൈറ്റീരി എന്നുള്ളത് അതിപ്പം എടുത്തു മാറ്റി. അല്ലെങ്കിൽ എല്ലാവർക്കും 7,000 പോലും കിട്ടൂലായിരുന്നു. ശരി, എന്താ ചേച്ചിയുടെ അനുഭവം? എന്താ പേരെന്താണ്? പേര് വിജി. ഞാൻ വട്ടിയൂർ പച്ചസിയിലുള്ളതാണ്. ഇപ്പം കേന്ദ്രത്തിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് പറയാം. നമ്മൾ എന്തിനാ പിന്നെ ഇവിടെ നമുക്കൊരു ഭരണകൂടം, നമ്മളവരെ വോട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം ഏൽപ്പിച്ചു വിട്ടേക്കുന്നത്? നമ്മളെ പോലുള്ള എല്ലാ തൊഴിലാളികളുടെയും അവകാശങ്ങൾ എവിടെ നിന്നാണോ കിട്ടേണ്ടത് അത് നേടിത്തരേണ്ട ഉത്തരവാദിത്വം ആർക്കാണോ? അവരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. കേന്ദ്രത്തിലായാലും ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്. കാരണം 75 രൂപയാണ് നമ്മുടെ പോളിയോയ്ക്ക്. ഞങ്ങൾ ആശാ വർക്കർ ആവും മുമ്പേ തന്നെ ഈ പോളിയോയായിട്ട് ബന്ധപ്പെട്ട് ജോലി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. 75 രൂപയാണ് അന്നും. അതിനോട് മാറ്റം ഇന്ന് വരെ വന്നിട്ടില്ല. അന്നത്തെ അരിയുടെ വില എന്താണ്, ഇന്നത്തെ അരിയുടെ വില എന്താണ്? ഒരു സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാന്നുള്ള ഒരു കാര്യമാണത്. പിന്നെ കോവിഡ് സമയത്തെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഓക്സിമീറ്റർ കൊണ്ടു കൊടുക്കപ്പോഴും തൊട്ടടുത്ത വീട്ടിൽ നിന്നും ആയിരിക്കില്ല, കിലോമീറ്റർ ദൂരെ നിന്ന് വീണ്ടും വിളി വരും. ഇത് വാങ്ങുകയോ അല്ലെങ്കിൽ അടുത്ത ആശാ വർക്കർക്ക് അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് ഓടി ഞങ്ങൾ കൊണ്ടു കൊടുക്കണം. അത് മാത്രമല്ല അവരുടെ ആഹാരം സത്യം ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവര് അവരെ വീട്ടുകാർ പോലും വീട്ടിൽ കയറ്റത്തില്ല. ഞങ്ങൾ അവരെ കൊണ്ട് ക്വാറന്റൈനിൽ ഇരുത്തുകയും അവർക്ക് വേണ്ടുന്ന ഫുഡ് കിട്ടുന്നതുകൊണ്ട് എല്ലാം അറിയാം. ഞങ്ങളുടെ നാട്ടിലിറങ്ങി വന്നൊന്ന് അന്വേഷിക്കണം. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങളെന്ന്. അത് അന്നും ഒന്നും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എന്താ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്
അല്ല ആഡംബരം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ളതല്ലേ ചോദിക്കുന്നുള്ളൂ. അതിലെന്താ തെറ്റ്? ഇതിൽ ന്യായമില്ലാത്ത എന്ത് കാര്യമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്? അത് ഞങ്ങൾക്ക് കിട്ടണം. കിട്ടാതെ ഞങ്ങൾ ഈ അനന്തപുരി വിട്ട് പോവൂല. അത് സത്യമാണ്. എനിക്ക് പറയാൻ ഒരുപാടുണ്ട് മാഡം. പിന്നെ എന്റെ ഏരിയയില് കോവിഡിന്റെ സമയത്ത് കോവിഡിന് മരുന്ന് കൊണ്ടു കൊടുക്കും. പിന്നെ രാത്രി സമയങ്ങളിൽ വരെ മരുന്ന് എത്തിച്ചിട്ടുണ്ട്. അതും നടന്നാണ് പോകുന്നത്. പിന്നെ അതുകൂടാതെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു, ഒരു 2 വയസ്സുള്ള. അതിന്റെ മൂത്തത് ഒരു 5 വയസ്സുള്ള കുട്ടി. അവര് മാവേലിക്കരുള്ള ആളാ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും കോവിഡ് വന്നു. ഈ കുട്ടികളെ ഒരു റൂമിലിട്ട് അടച്ചതായിരുന്നു. അപ്പൊ അവരിന്നെ വിളിച്ച് ഇങ്ങനെയാണ് പിന്നെ കോവിഡ് വന്നു, എന്താ ചെയ്യ, കുഞ്ഞിന് അസുഖം വരുമല്ലോ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, ഞാൻ പറയും പോലെ ചേച്ചി ചെയ്താ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ കൊച്ചു 2 കുട്ടികളെ ഒരു റൂമിലിട്ട് അടച്ച് ഇവര് 2 പേരും വേറെ റൂമിൽ നിന്ന്. അങ്ങനെ ഇവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം ഞാൻ എന്റെ ഇതില് അവിടെ എത്തിക്കുമായിരുന്നു. അങ്ങനെ എത്തിച്ചിട്ട് ഈ മൂത്ത കുട്ടി 5 വയസ്സുള്ള കുട്ടീനോട് ഈ കുഞ്ഞിന്റെ അമ്മ പുറത്തു നിന്ന് പറഞ്ഞു കൊടുക്കും, ആ വെള്ളം കൊടുക്ക്, ആഹാരം കൊടുക്ക് എന്നൊക്കെ. പിന്നെ അതേപോലെ ആ മൂത്ത കുട്ടി ഈ 2 വയസ്സുള്ള കൊച്ചിന് ഈ ചേച്ചിയും അണ്ണനും പറഞ്ഞു കൊടുക്കുന്നതും അകത്ത് കയറുകയോ തൊടുകയില്ല. അങ്ങനെ ആ കൊച്ചിന് ഇവര് 14 ദിവസമായിരുന്നു അന്ന് ക്വാറന്റൈനിൽ. ഈ 14 ദിവസവും ഞാൻ ഓരോരോ ദിവസം ഓരോ സമയത്തും വിളിക്കും. രാത്രിയാണെങ്കിൽ ഉറക്കില്ല. പിന്നെ ഞാൻ പറയും, ചേച്ചി ചൂടുവെള്ളം കൊടുത്തോ, പിന്നെ ഭക്ഷണം കൊടുത്തോ, മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കും. ഓ കൊടുത്തു, മൂത്ത കുഞ്ഞ് കൊടുത്തു ഞാൻ പറഞ്ഞ് എല്ലാം ആ കൊച്ചിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഇപ്പൊ ആ 2 കുട്ടികൾക്കും ഒരു കുഴപ്പമില്ലാതെ ആ കുട്ടികൾ 2ഉം രക്ഷപ്പെട്ടു. അപ്പൊ അവർക്ക് എന്നും എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്നും വിളിക്കും, തങ്കമണി നീ ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ ഇന്നില്ല. കാരണം 2 വയസ്സുള്ള കുട്ടിയാണ്. ഇത് ഇവിടെ മാത്രമല്ല മേഡം, എല്ലാ സ്ഥലങ്ങളിലും ഗർഭിണികളുണ്ട്. 95 വയസ്സായ ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനെ അവര് ഹോസ്പിറ്റലിൽ എസ്കേയിൽ കൊണ്ടുപോയിട്ട് അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കൂല. അപ്പം കിടക്കാണ്ട് ഞാൻ ഇവിടെ കിടക്കൂല, ഇതുവരെ ഹോസ്പിറ്റലിലൊന്നും കിടന്നില്ല. അങ്ങനെ പിന്നെ മക്കള് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്നെ വിളിക്കാണ്. എന്നോട് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞിട്ട് വണ്ടി വിളിച്ചു കൊടുത്താണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ പറഞ്ഞു, അണ്ണാ പേടിക്കണ്ട, ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു തരും പോലെ ചേട്ടൻ ചെയ്താൽ മതി. അങ്ങനെ ആ അച്ഛനെ ഇവര് ഒരു അച്ഛനെ നോക്കാനായിട്ട് ഈ അപ്പൂപ്പന്റെ കൂടെ നിന്ന് ആ അപ്പൂപ്പനെ നോക്കുമ്പോ ഈ മോന് കോവിഡ് വന്ന്. പിന്നെ ഇവര് 2 ആളും ഒരു റൂമിലായി. ഒരു റൂമിൽ മറ്റൊരു തൊടുമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവച്ച് കൊടുക്കും. ഞാനാണെങ്കിൽ ഭക്ഷണം, മരുന്ന്, എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചു കൊടുക്കും. നമുക്ക് ഒരു PP കിറ്റോ അല്ലെങ്കിൽ വേറെ ഒരു സുരക്ഷയായിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല.